മേഘയും സൽമാനും എന്നായിരിക്കും ഹണിമൂൺ പോകുന്നതെന്ന് പ്രേക്ഷകർ കുറച്ചധികം ദിവസങ്ങളായി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ആ ദിവസമെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും പറയുന്നത്. നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം. ഇപ്പോഴിതാ ഇവർ രണ്ടുപേരും അവരുടെ ആദ്യ യാത്രയായി ചെന്നൈയിലേക്ക് പോവുകയാണ്. ഇവരുടെ ഇക്കയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് ഇവർ ചെന്നൈയിലേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുതിയ സീരിയലിലേക്കാണോ പോകുന്നതെന്നാണ് നിരവധി പേർ പക്ഷേ ചോദിക്കുന്നത്. പുതിയ തമിഴ് സീരിയൽ വല്ലതും ലഭിച്ചോ എന്നും സീരിയലിലേക്ക് പോകുന്ന വഴിയാണോ ഇതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും മറുപടിയായി ഇവർ നൽകുന്നില്ല. ഇപ്പോൾ ഇവർ എയർപോർട്ടിൽ നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കാത്തിരുന്ന ഞങ്ങളുടെ പുതിയ യാത്രയിലേക്ക് പോവുകയാണ് എന്നാണ് ആരാധകർ കുറിക്കുന്നത്. ഇനി ഇത് ഹണിമൂണാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, സിനിമയുടെയോ സീരിയലിൻ്റെയോ ഷൂട്ടിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ഇരുവരും തുറന്നു പറയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെല്ലാവരും എന്താണ് കാര്യമെന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത്. പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയാം. ആരാധകർക്ക് മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന എല്ലാ വാർത്തകളും ഇഷ്ടമാണ്, കാതോർത്തിരുന്ന് കേൾക്കാറുമുണ്ട്. അക്കൂട്ടത്തിലാണ് ഈ വാർത്തകളും ഏറ്റെടുക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ സൽമാൻ്റെയും മേഘയുടെയും പുത്തൻ വാർത്തകൾ ഏറ്റെടുക്കുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് അധിക നാളാകാത്തത് കൊണ്ട് തന്നെ ഇവർ ട്രിപ്പ് പോകുന്നത് ഹണിമൂണിലേക്കാണ് എന്നാണ് നിരവധി പേർ പറയുന്നത്. അതിൻ്റെ വാർത്തകൾക്കാണ് പിന്നീട് കാത്തിരിക്കുന്നതെന്ന് പറയാം. പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇവരെന്ത് പങ്കുവെക്കുന്നു എന്ന് നോക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ മേഘയോടൊപ്പം സൽമാനോടൊപ്പമാണ് ചോദിക്കുന്നത്. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നു. എന്നാൽ ഇതുവരെ ഇരുവരും മറുപടി പറഞ്ഞ് എത്തിയിട്ടില്ല. രണ്ടുപേരുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഹണിമൂൺ ആണെങ്കിലും എന്ത് വിശേഷമാണെങ്കിലും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാതിരിക്കില്ല. അവർക്കെല്ലാം ആരാധകരാണ്. അവർക്ക് ആരാധകരോട് പങ്കുവെക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്നും അവർ ആരാധകർക്ക് മുന്നിൽ പങ്കുവെച്ചപ്പോഴും ഒരുപാട് വിമർശനം വരുമെന്നവർ വിചാരിച്ചിരുന്നു. എന്നാൽ വിമർശനത്തെക്കാൾ എല്ലാവരെയും ഞെട്ടിച്ചത് അവർക്ക് കിട്ടിയ പിന്തുണ തന്നെയാണ്. അച്ഛനെയും അമ്മയും ഒന്നും അറിയിക്കാതെയല്ലോ അവരുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ അവർക്ക് അത് ഒത്തുചേർന്ന് പോകാൻ ആകാത്തതുകൊണ്ട് അവർ വന്നില്ല. എന്നാൽ മേഘയുടെ അച്ഛൻ ഇവരുടെ വിവാഹത്തിന് വന്നത് വളരെയധികം വാർത്താ പ്രാധാന്യമുള്ളതായി മാറി. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറി. പ്രേക്ഷകർക്കെല്ലാം പ്രിയപ്പെട്ട വിഷയമായി മാറി. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വന്ന് പ്രശംസിക്കുകയും ചെയ്തു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇവർ ചെയ്ത സീരിയൽ കൊണ്ട് തന്നെയാണ് ഇവർ അത്രമേൽ പ്രശസ്തിയിലെത്തിയതെന്ന് പറയാം. ആ സീരിയൽ മുതൽ തന്നെ എല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ഒന്നിച്ചു എന്ന വാർത്ത വന്നത്. അത് പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായി മാറി. ഇതോടെ പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.